പള്ളിയിൽ പോവുക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസി പിള്ളേർ മതപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചേരാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വിചാരിക്കും ജെൻസി പിള്ളേർ മാത്രം ഇഷ്യൂ ആണോ എന്ന്. ജെൻസി പിള്ളേർ മാത്രം ഇതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. എല്ലാ കാലത്തും ഈ തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോകാത്തവരും മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഒന്ന് പുറകേക്ക് നിൽക്കും. ഞാൻ അങ്ങനെയാണെന്ന് ഉറക്കെ വിളിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത്രയും വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും പ്രൊഫഷണലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ ഇപ്പോഴും. കുട്ടികളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും മാതാപിതാക്കൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാലം നമ്മളുടെ ഇടയിലുണ്ട്. അത് യൂറോപ്യൻ കൺട്രിയിലെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതോറും കുറയുമെന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി പറയുകയാണ് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതൊരു നല്ല പ്രൊഫഷനായിട്ടും, അഥവാ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവും അതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് വേണ്ടെന്ന് പറയുന്ന മാതാപിതാക്കളാണ് നമ്മളുടെ ഇടയിലുള്ളത്. ഇതെൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ കുറേ കോലാഹലം ഇറക്കുന്നുണ്ട്. അതൊരു മോശപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് ഇന്നും മതപരമായിട്ട് ജീവിക്കാത്തവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ബൈബിളിൽ കുറച്ച് സെൻറ്റൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മൾ ഗുഡ്നെസ് അഥവാ സ്നേഹം അങ്ങനെയുള്ള ഓരോ ഇമോഷൻസിൻ്റെ എക്സ്ട്രീമിനെ പറയുന്ന പേരാണ് ദൈവം എന്ന്. ആ ദൈവത്തിനെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും നമ്മളതിനെ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് പോകുന്നതാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് വിഗ്രഹാരാധന. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ കൂട്ടം ഇന്നത്തെ പോലെ പണ്ടും നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഏഷ്യായുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 17-ാമത്തെ സെൻറ്റൻസിൽ വരുന്നത്. ഭൂമുഖത്തിലെ എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. നമുക്കറിയാം സത്യം പറയുന്നതാണ് കറക്റ്റ് എന്നറിയാത്തതുകൊണ്ടുള്ളൊരു പ്രോബ്ലം അല്ല. അത് പറയുമ്പോൾ ഉണ്ടാകുന്ന കോലാഹലങ്ങളും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ തരണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എളുപ്പവഴി നോക്കുന്നതാണ് അതിനെയാണ് വിഗ്രഹാരാധന എന്ന് ഏഷ്യായുടെ പുസ്തകത്തിൽ പറയുന്നത്. അത് തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. 17-ാം അധ്യായം 2-ാം വാക്യം വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ് ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. നമ്മൾ ഭൂമിയിൽ ഏറ്റവും ടോപ്പെന്ന് വിചാരിക്കുന്നതാണ് രാജാക്കന്മാർ. അവർ പോലും ഗുഡ്നെസ്സിന് എതിരായിട്ടുള്ള ഈവിൾ സ്പിരിറ്റിൻ്റെ ഈവിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നതിനാണ് നമ്മൾ വേശ്യാവൃത്തി എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് നമ്മൾ എപ്പോഴാണോ അത് ഓക്കെ എന്ന് നമ്മുടെ മനസ്സിൽ കുഴപ്പമില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഒരു സോഫ്റ്റായിട്ടുള്ള തോന്നൽ വരുന്നത്, അപ്പോൾ നമ്മൾ വിഗ്രഹാരാധകരെ. അതിനിപ്പോൾ നമ്മൾ മതപരമായിട്ടുള്ള വേർതിരിവുകളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഗുഡ്നെസ്സിനും ബാഡ്നെസ്സിനും അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഗുഡ്നെസ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, വിഗ്രഹാരാധനയാണ്. അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിയായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചു, ഒരു കാരണത്തെ അടിച്ചു, എന്നിട്ട് തിരിച്ചടിക്കേണ്ട, അവർക്ക് മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കുക. അത്രയും ക്ഷമയുടെ മൂർത്തിഭാവമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്. അഥവാ കൈക്കൂലി വാങ്ങാതെ സത്യത്തിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കും. എത്ര പ്രലോഭനങ്ങൾ വന്നാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ, വക്കീലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മതിയെന്നേ. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പാതയിലാണ്, വിഗ്രഹാരാധകർ അല്ലാന്ന് മനസ്സിലാക്കാൻ. താങ്ക് യു.